വണക്കം നൻപരുകളെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിജയ് ഫാൻസിന് മാത്രമല്ല സൂര്യ ഫാൻസിനും ആഘോഷരാവ്. രണ്ട് സിനിമകളുടെ ഗംഭീരമാണ് അപ്ഡേറ്റുകളാണ് വന്നേക്കുന്നത്. ഇതിലും മികച്ചൊരു അപ്ഡേറ്റ് ഇനി കിട്ടാനായിട്ട് വളരെ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രണ്ട് സിനിമകളുടെ കൂടി ഒരു ദിവസം അത് വിഷു കൈനീട്ടമായിട്ട് അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും വലിയ വിഷു കൈനീട്ടം ഒരു സിനിമാ ലവറിന് കിട്ടാനായിട്ടില്ല അല്ലേ. ആദ്യമേ തന്നെ എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ നേരാണ്. എല്ലാവരും പടക്കൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു, വിഷു കൈനീട്ടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. എനിവേസ് രണ്ട് സിനിമകളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡീകോഡ് ചെയ്യാം. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ഡീകോഡിംഗ് ആണ്. സൂര്യയുടെ ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. ഞാൻ ഇത്ര നാൾ വിചാരിച്ചൊരു കാര്യം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യയുടെ ഓൾഡ് ക്യാരക്ടർ, ഐ മീൻ അദ്ദേഹത്തിൻ്റെ പഴയ കാല രണ്ട് കാലഘട്ടത്തിൽ വരുന്ന ലൈക്ക് ബോധിധർമ്മൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ഏഴാം അറിവിലൊക്കെ കണ്ടു പറഞ്ഞേക്കുന്ന പോലെ രണ്ട് കാലഘട്ടത്തിൽ കാണിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ കഥ അങ്ങനെയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ വിചാരിച്ച കാര്യം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം വളരെ പോസിറ്റീവായിട്ടൊരു ക്യാരക്ടർ ആയിരിക്കും പ്രസൻറ്റ് കാലഘട്ടത്തിലും, വളരെ നെഗറ്റീവായിട്ടൊരു ക്യാരക്ടർ ആയിരിക്കും പഴയ കാലഘട്ടത്തിലും ആയിരിക്കുന്നുള്ളൊരു കാര്യമായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് കാണുന്ന സമയത്ത് ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് സൂര്യനെ കാണാൻ വരുന്നുണ്ട്. ഈ സൂര്യയുടെ ആദ്യത്തെ കങ്കു എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ ഭീകരമാണ്. ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കണ്ടേക്കുന്നതാണ്. കയ്യിലുള്ള മാർക്കിങ്ങൾ എന്നൊക്കെ പറയുന്നത് അദ്ദേഹം കൊന്നേക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് അദ്ദേഹം കൊന്നേക്കുന്ന എത്ര ആൾക്കാർ അദ്ദേഹം കൊന്നിട്ടുണ്ടോ അതിനെ റെഫർ ചെയ്യുന്ന തരത്തിലാണ് ആ കൈകളുള്ള പാടുകളും മറ്റൊക്കെ കാണിക്കുന്നത്. സോ അദ്ദേഹം ഒരു ഭീകരமான ഒരു മനുഷ്യനാണെന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ സെക്കൻഡ് സൂര്യ എന്ന് പറയുന്നത്, തൊട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന സൂര്യ എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലി വിചാരിച്ചത് പുതിയ കാലഘട്ടത്തിലോട്ട് വരുന്ന സമയത്ത് ഇദ്ദേഹം വളരെ നല്ലവനായിട്ടൊരു മനുഷ്യനായിരിക്കും എന്നൊരു കാര്യമായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നല്ലവൻ എന്ന് പറയുന്ന തരത്തിൽ വളരെ നല്ലൊരു കെട്ടവനാണ് ഇദ്ദേഹം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്ന തരത്തിലാണ്. ഒരു ഭീകരമാണ്. മേ ബി അടുത്തൊരു റോളക്സ് പോലെ നല്ലൊരു ഇമ്പാക്റ്റ് തരാൻ പറ്റുന്ന ഒരു വില്ലനിസം ആണോ ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. കാരണം ഈ ലുക്ക് കാണുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന സാധനം ഭയങ്കര ഗംഭീരமான സാധനമാണ്. AK-47 ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ വെച്ചേക്കുന്നത്. AK-47 എന്തായാലും അത്രയും നല്ലവൻ കയ്യിൽ വയ്ക്കുന്ന ഒരു സാധനം അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഇദ്ദേഹത്തിൻ്റെ ഈ ലുക്കും കോട്ടും മറ്റൊക്കെ ആയിട്ടുള്ളൊരു ലുക്ക് കാണുന്ന സമയത്ത് വളരെ റിച്ച് ലുക്കായിട്ടുള്ളൊരു മനുഷ്യനെയാണ് നമുക്കിവിടെ കാണാൻ വരുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ കങ്കുവയുടെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ വരുന്നത് ആ ഗോത്രത്തിനെ കാണിക്കുന്ന തരത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാടും മറ്റൊക്കെയാണ് കാണിക്കുന്നത്. കാരണം കാട്ടിലുള്ള മനുഷ്യനാണല്ലോ അദ്ദേഹം എന്ന് പറയുന്നത്. പക്ഷേ നേരെ മറിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന സൂര്യയുടെ ലുക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോർപ്പറേറ്റ് ലുക്ക് തരുന്ന തരത്തിൽ, അതായത് ഇപ്പോഴത്തെ കാലത്തുള്ള ബിൽഡിങ്ങുകളും മറ്റും കാണിക്കുന്ന തരത്തിലും ബാക്കിൽ നമുക്ക് ഒരുപാട് കാർഡ്സും മറ്റും കാണാൻ വരുന്നുണ്ട്, പൈസയും കാണാൻ വരുന്നുണ്ട്. സോ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ റെഫറൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഈ സൂര്യയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് തീ പിടിച്ചേക്കുന്ന രംഗങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് തീ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കങ്കുവയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കൂടെ ഒരു ഡ്രാഗൺ പറന്നു പോകുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് തീ മറ്റും കാണാൻ വരുന്നുണ്ട്. പക്ഷേ ന്യൂ ഏജിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ആക്ച്വലി ഇത് 2024 കാലഘട്ടം അല്ലാതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന് ശേഷം മേ ബി 2030 2040 കാലഘട്ടം ആയിരിക്കും മേ ബി കാണിക്കുന്നുണ്ടാവുക. ആ കാലഘട്ടത്തിലും അന്ന് ഡ്രാഗൺ ആണെന്നുണ്ടെങ്കിൽ അതിന് പകരം ഇവിടെ ഒരു ഫ്ലൈറ്റ് മുകളിൽ കൂടെ പറന്നു പോകുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഒരു ഫൈറ്റർ ജെറ്റാണ് മുകളിലൂടെ പറന്നു പോകുന്നത്. അതേ സമയത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ തീ മറ്റും കാണാൻ വരുന്നുണ്ട്. സോ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു സൂര്യയുടെ റെഫറൻസ്, വളരെ റിച്ച് ആയിട്ടുള്ള എന്നാൽ വളരെ ക്രൂരനായിട്ടുള്ള ഒരു വില്ലനസ് കാണിക്കുന്ന മറ്റൊരു സൂര്യയുടെ റെഫറൻസ് ആണ് നമുക്ക് ഈ പോസ്റ്ററിലൂടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഒരു കാര്യം ഉറപ്പാണ്, ഈ സിനിമയിലുള്ള എല്ലാവരും വില്ലന്മാരാണ്. ഏത് കാലഘട്ടത്തിലുള്ള ആൾ വന്നു കഴിഞ്ഞാലും എല്ലാവരും വില്ലന്മാരാന്നുള്ളൊരു കാര്യം കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് സൂര്യകളുടെ റെഫറൻസ് വന്നേക്കുന്നത്. ഇന്നലെ തന്നെ ഗോഡ് സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഗോഡ് സിനിമയുടെ വിസിൽ പോഡ് എന്ന് പറയുന്ന ഒരു പാട്ട് ഓൾറെഡി റിലീസ് ആകാനായിട്ട് പോകുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഇന്ന് 6 മണിക്കായിരുന്നു വരുന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം 6:15 വെറും 15 മിനിറ്റിനുള്ളിൽ 1.5 ലക്ഷം ലൈക്കുകൾ നേടിയേക്കുന്ന ഒരു പാട്ടായിട്ട് മാറിയേക്കാണ് വിസിൽ പോഡ് എന്ന് പറയുന്ന വിജയുടെ പാട്ട്. വിസിൽ പോഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആരെയാണോ ഓർമ്മ വരാന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് തലപതിനെയല്ല, തലയാണ്. തല എന്ന് പറയുമ്പോൾ തല അജിത്തല്ല, നേരെ മറിച്ച് തല ധോണി, നമ്പർ 7 എന്ന് പറയുന്ന തല ധോണിനെയാണ് വിസിൽ പോഡ് എന്ന് പറയുന്ന സമയത്ത്. CSK നമുക്ക് മറക്കാൻ പറ്റില്ല അല്ലേ. എനിക്കൊരു പാട്ട് കേൾക്കുന്ന സമയത്ത് തോന്നിയൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുവൻ്റെ മ്യൂസിക്കലാണ്. ഫസ്റ്റ് കേട്ട സമയത്ത് എനിക്ക് അത്ര കണ്ട് ഫീൽ തോന്നിയില്ല. ഇൻഫാക്ട് മിക്ക പാട്ടുകൾക്ക് അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ഈ ഒരു പാട്ടെന്നല്ല, ഇപ്പോൾ അനിരുദ്ധിൻ്റെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നാരടി പോലെയുള്ള സോങ്ങുകൾ നോക്കി കഴിഞ്ഞാൽ പോലും ഫസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് അത്രയും പ്രശ്നം തോന്നാറില്ല. എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു ഫീൽ ചെയ്തായിരുന്നത്. പക്ഷേ വീണ്ടും ഇങ്ങനെ കേൾക്കുന്തോറും എനിക്ക് ആ ബീറ്റിനോട് എന്തോ ഒരു ഇഷ്ടം ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. 15 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴും തന്നെ നമുക്കത് ബെസ്റ്റ് പാട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പാട്ടിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു പാർട്ടി വൈബിൽ പോകുന്നൊരു പാട്ടാണ്. അതൊരു ഡപ്പാങ്കൂത്ത് പാട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയ എന്നൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതൊരു പാർട്ടി വൈബിൽ പോണ ഒരു പാട്ടാണ്. ഇവിടെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും തല അജിത്തിൻ്റെ ചില റെഫറൻസുകൾ ഉണ്ടാവുന്നൊരു കാര്യം എനിക്ക് തോന്നിപ്പോയി. നമ്മുടെ മങ്കാത്ത വൈബിൽ വരുന്നൊരു സോങ് ആണെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. എനിക്ക് ഒരു ഷോട്ട് കാണുന്ന സമയത്ത് മങ്കാത്ത സിനിമയിൽ കാണിച്ചിരിക്കുന്ന അതേ ഷോട്ടിനെ തന്നെ റെഫറൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ ഇതൊരു തല ഫാനിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് കൂടിയാണ്. ലൈക്ക് തലപതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തല റെഫറൻസ് ആണോ എന്നുള്ളൊരു കാര്യം അറിയില്ല. എനിവേസ് അത് നല്ല രസകരമായിട്ട് എനിക്ക് തോന്നി. സോ ഒരു പാർട്ടി വൈബിൽ പോകുന്ന ഒരു സോങ് ആണ്.
ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പ്രധാനപ്പെട്ട ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടേഴ്സ്, 4 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവരായിരിക്കും ഈ സിനിമയിൽ വിജയുടെ കൂടെ ഉണ്ടാവാൻ പോകുന്ന, ഇവർ 4 പേരായിരിക്കും ഇതിനകത്ത് പ്രധാനമായിട്ട് ലീഡ് ചെയ്യാൻ പോകുന്ന ക്യാരക്ടേഴ്സ് പറയുന്നത്. സോ പ്രഭുദേവയുടെ കൊറിയോഗ്രാഫിൽ വന്നേക്കുന്ന ഒരു സോങ് ആയിരുന്നു. ഓൾറെഡി ഗോഡ് സിനിമയുടെ ഒരു വലിയൊരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യം മുമ്പ് തന്നെ ഒരു പ്രഭുദേവയുടെ ഇന്റർവ്യൂക്ക് അത് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. സോ എന്തായിരിക്കും ഇതിനകത്ത് വരുന്നൊരു വലിയ സംഭവം? നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നാറടി എന്ന് പറയുന്ന സോങ്ങിനകത്ത് കണ്ടേക്കുന്ന ഡാൻസ് എന്ന് പറയുന്നത് ഈ പ്രായത്തിലുള്ള ഒരു മനുഷ്യൻ്റെ ഒരു ഗംഭീരமான ഡാൻസാണ്. 49 വയസ്സിൽ ശരിക്കും അടിച്ച് പൊളിച്ചിട്ടുണ്ട്. തിയേറ്റർ സ്റ്റഫ് തന്നെയായിരുന്നു നാറടി എന്ന് പറയുന്ന സോങ് എന്ന് പറയുന്നത്. ട്രെൻഡിങ് സോങ് തന്നെയായിരുന്നു. സോ ഇതിനകത്ത് അതിനേക്കാൾ ഗംഭീരമാണ്. ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലെ തന്നെ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഒരു പ്രഭുദേവയുടെ ഒരു കോമ്പിനേഷൻ വരുന്ന സമയത്ത് എന്താണ് ഒരു കൊറിയോഗ്രാഫിൽ വരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വിജയുടെ കുറച്ച് സ്റ്റെപ്പുകൾ മാത്രമാണ് നമുക്ക് അതിനകത്ത് കാണാൻ വരുന്നുള്ളൂ. സോ ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള സ്റ്റെപ്പാണ് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. സത്യം പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഭാഗത്ത് വരുന്ന ഒരു സ്റ്റെപ്പിനകത്ത് മാത്രമാണ്, ലാസ്റ്റ് ഒരു കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് ഇവരുടെ കോമ്പിനേഷൻ ആയിട്ടുള്ള സ്റ്റെപ്പുകളും മറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. പാട്ട് വളരെ പവർഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സോങ് ആണ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു പക്ഷേ ഇവരുടെ ഈ ഒരു ജോബിൻ്റെ ഇടയിൽ വരുന്ന ഒരു സോങ് ആയിരിക്കാം. ഈ സിനിമയുടെ ഇടയിൽ വരുന്നൊരു സോങ് ആയിരിക്കാം. ഇവരുടെ പരിപാടി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇവരൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. പല ഏജ് ഓഫ് മൾട്ടിപ്പിൾ വിജയികളെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. നമ്മൾ ഓൾറെഡി പല പോസ്റ്റേഴ്സിൽ കണ്ടെത്തുന്നതാണ്. അതിനകത്ത് യങ് ആയിട്ട് വരുന്ന വിജയുടെ പോർഷനിൽ വരുന്ന ഒരു സോങ് ആണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ വിസിൽ പോടെന്ന് പറയുന്ന സമയത്ത് തന്നെ CSKനെ മറ്റൊക്കെ റെഫർ ചെയ്യുന്ന തരത്തിൽ, CSK എന്നല്ല പ്രധാനമായിട്ട് പറയുന്നത് ബാറ്റിനെയും അതുപോലെ തന്നെ ക്രിക്കറ്റ് ബാറ്റിനെയും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യുന്ന തരത്തിലും, ഒപ്പം തന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫുട്ബോളിനെ റെഫർ ചെയ്യുന്ന തരത്തിലുള്ള വിഷ്വൽസിലാണ് നമുക്കിവിടെ ശരിക്കും കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചെസ് ബോർഡ് പോലുള്ള പലതരത്തിലുള്ള ഗെയിംസുകൾ ഇവിടെ റെഫറൻസ് കൊടുത്തേക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇത് മൊത്തത്തിൽ പല സ്പോർട്സുകളുടെ ഒരു കോമ്പിനേഷനാണ് ശരിക്കും ഈ സിനിമയ്ക്കകത്ത് കൊണ്ടുവന്നേക്കുന്നത്. ഈ ഒരു പാട്ടിനകത്ത് അവർ കൊണ്ടുവന്നേക്കുന്നത് ശരിക്കും വിസിൽ ബോർഡ് എന്ന് പറയുന്ന സമയത്ത് ഇതൊരു ക്രിക്കറ്റ് സോങ് മാത്രമല്ല, ഇത് പലതരത്തിലുള്ള ഗെയിംസുകളുടെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് ഈ ഒരു പാട്ടിനകത്ത് തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഡാൻസ് മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 പേരും അറിയാം നല്ല ഡാൻസേഴ്സ് ആണ്. പ്രത്യേകിച്ച് ഈ 2 പേരെന്ന് പറയുന്നത് പ്രഭുദേവ ആൻഡ് വിജയ് എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള ഡാൻസേഴ്സ് ആണ്. മറ്റേ ആൾ ഓൾറെഡി ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, പഴയ സിനിമകളിൽ അദ്ദേഹം ഒരു വലിയ സ്റ്റാർ തന്നെയായിരുന്നു. ഇൻഫാക്ട് വിജയിനേക്കാളും വലിയ സ്റ്റാർ ആയിരുന്നു പണ്ടത്തെ ആ ഒരു ജനറേഷനുള്ള സമയത്ത്. ഈ ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി CG ആണോ എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിപ്പോയി. ഇത് റിയലിസ്റ്റിക് ആണോ അത് CG ആണോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. CGയുടേതായിട്ടുള്ള ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. വെങ്കട് പ്രഭുവിൻ്റെ ഒരു സിനിമ എന്ന് പറയുന്ന സമയത്ത് ഇത് പക്ക ഒരു ഒറിജിനൽ സ്റ്റഫ് അല്ല. ഇത് ഓൾറെഡി ഒരുപാട് CGയും VFX ഒക്കെ ചെയ്തേക്കുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ ആ ഒരു VFX ആണ് ഈ ഒരു പാട്ടിനകത്ത് യൂസ് ചെയ്തേക്കണമെന്നൊരു കാര്യം എനിക്കറിയില്ല. എന്തായാലും പടം കാണാനായിട്ട് എക്സൈറ്റ് അയക്കുന്ന തരത്തിൽ ഭയങ്കരமான ഒരു സംഭവം എനിക്ക് പാട്ടിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ പടത്തിൻ്റെ ഈ ഒരു പാട്ട് കേൾക്കുന്നതോറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൻഡുവിൻ്റെ പാട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകളാണെന്നുണ്ടെങ്കിലും കേൾക്കുന്നതോറും കൂടുതൽ എൻ്റെ രസം കൂടുന്നു പറയുന്ന പോലെ തന്നെ ഈ പാട്ടിൻ്റെ ഒരു ഭംഗി കൂടാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോഴും ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ഈ പോസ്റ്ററിനകത്ത് കൊടുത്തിട്ടില്ല. നമുക്കറിയാം ഈ 2 സിനിമകൾ ഗോട്ട് ആൻഡ് കങ്കുവ എന്ന് പറയുന്ന സിനിമ ക്ലാഷ് റിലീസ് ആയിരിക്കും വരിക എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും വരെ ഡൗട്ടുള്ളൊരു കാര്യമായിരുന്നു. 2 സിനിമകളുടെ ഡേറ്റ് ഒരുമിച്ചാണോ വരാമെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞായിരുന്നു. ഇപ്പോഴും ഈ സിനിമയുടെ ഡേറ്റ് അവർ കൺഫേം ചെയ്തിട്ടില്ല. 2024 ഈ സിനിമ ഇറങ്ങുന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏത് മാസമാണ് ഏത് ദിവസമാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കാര്യം പറയാതെ പറ്റില്ല, ഈ വിഷു കഴിഞ്ഞിട്ടെന്ന് പറയുന്ന സമയത്ത് ഈ 2 സെലിബ്രിറ്റീസ് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള 2 നടന്മാർ തന്നെയാണല്ലേ. സോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം വരാത്ത രീതിക്ക് ഒരു ഗംഭീരமான ഒരു വിഷു കഴിഞ്ഞിട്ട് തന്നെയാണ് 2 ഫാൻസിന് ലഭിച്ചേക്കുന്നത്. സോ ഇനി പാർഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ ചിന്തിക്കേണ്ട. 2 ടീമിനും അടിപൊളിയായിട്ടുള്ള അപ്ഡേറ്റ് ആണ് 2 ടീമിന്റെ ഭാഗത്തു നിന്നും, സൂര്യയുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും വിജയുടെ ഭാഗത്തു നിന്നാണെങ്കിലും കിട്ടിയേക്കുന്നത്. സോ ഏത് അപ്ഡേറ്റ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തത്? ഗോട്ടിന്റെ അപ്ഡേറ്റ് ആണോ കങ്കുവയുടെ അപ്ഡേറ്റ് ആണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. ആസ് എ ഫാൻ ബോയ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഫാൻ ബോയ് സംഭവമാണോ ഈ 2 അപ്ഡേറ്റ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ വിവരിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ലാൻസ് ബാസ് സൈനിങ് ഔട്ട്. ബൈ.